അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്താണ് മുത്തുമണി ശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫല്ലേ? അപ്പോൾ ഇതാ നമ്മൾ രാവിലെ മുത്തുമണിൻ്റെ കലാപരിപാടികളാട്ടോ കാണുന്നത്. അപ്പോൾ ചെറിയൊരു ഫോണിൽ പാട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് പ്ലേ. അപ്പോൾ അതെന്താണോ കഴിക്കാനുള്ളതാണോ എന്നിട്ട് കുറേ നേരമായിട്ട് പാട്ട് കേൾക്കുമ്പോൾ പേടിച്ച് ഓടണമുണ്ട്, അതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, കുട്ടികൾക്ക് ലീവല്ലേ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വൈകിട്ടൊക്കെ കേട്ടോ അടിച്ചത് തന്നെ. അപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഇന്ന് നേരം വൈകി എണീക്കാൻ, സ്കൂളൊന്നും ഇല്ലല്ലോ, എപ്പോഴും നേരത്തെ എണീക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ. പിന്നെ ഞാനിതാ നാളെ തിങ്കളാഴ്ച സ്കൂളുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും നാഷ്ടം വേണ്ടേ. നമ്മൾ അരി ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ചെറിയ ഗ്ലാസ്സിന്, ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് പച്ചരിയും പിന്നെ 1 ഗ്ലാസ് ഫുള്ള് ഇടൂല, ഉഴുന്നൂടും കേട്ടോ. പിന്നെ കുറച്ച് ഉലുവയും ഇടും. പിന്നെ നമ്മൾ അരക്കാൻ നേരത്ത് കുറച്ച് ചോറും അങ്ങനെ ഇട്ട് അരക്കുക കേട്ടോ ചെയ്യാം. പിന്നെ ഞാൻ അരി ഇടാൻ നേരത്ത് നമ്മുടെ വേസ്റ്റ് കൊണ്ടുപോകുന്ന ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോറിന് അരി ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തേക്ക് പോയി. പിന്നെ നമുക്ക് നിറയെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കൊടുക്കാൻ. അപ്പോൾ അവർ മാസത്തിലൊരിക്കൽ കേട്ടോ ഇവിടെ വരുള്ളൂ, പഞ്ചായത്ത് ആയതുകൊണ്ട്. നമ്മുടെ അവിടെ വെണ്ണക്കരയിലിരിക്കുന്ന സമയത്ത് അവർ 2 പ്രാവശ്യമൊക്കെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരിക്കൽ കേട്ടോ വരുള്ളൂ, മാസത്തിൽ ഒരിക്കൽ വരുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കണം കേട്ടോ, ചാക്കിലൊക്കെ ആക്കിയിട്ട്. അങ്ങനെ നമ്മളത് പോയ കാരണം അരി ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പോയ പ്രാവശ്യം വേസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ഏത് ദിവസമാണ് വരുന്നതെന്നൊന്നും 13-ാം തീയതി എന്ന് പറഞ്ഞിട്ട് ഇന്ന് 9-ാം തീയതി തന്നെ വന്നു കേട്ടോ അവർ. പിന്നെ അങ്ങനെ നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അതിൻ്റെ ഒക്കെ പുറത്തത്തെ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്ത് വന്നതാട്ടോ ഞാൻ. പിന്നെ ചോറ് തിളച്ചപ്പോൾ അങ്ങനെ ഇറക്കി വെച്ചു. പിന്നെ നമ്മളിന്ന് നമ്മുടെ എപ്പോഴും ഫേവറേറ്റ് പരിപ്പ് കറി തന്നെ കേട്ടോ വെക്കണം. പരിപ്പ് കറിയും പിന്നെ പയറുപ്പേരി കേട്ടോ ഒന്ന്. അപ്പോൾ ഞാൻ പയറൊക്കെ പൊടിയായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് പിന്നെ മൺചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ വാങ്ങിച്ച, അവിടെ അടുപ്പിലല്ലേ വെക്കുക, അങ്ങനെ വാങ്ങിച്ച ചട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഗ്യാസിൽ വെക്കാൻ മടിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു എന്തിനും എടുത്ത് വെക്കണമൊക്കെ വെക്കാലേന്ന്. അങ്ങനെ നമ്മുടെ ചോപ്പിൽ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളി ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ഉള്ളി സവാള മുറിച്ച് ഒക്കെ പാടൊന്ന് ചതച്ചെടുത്താട്ടോ ചോപ്പറിൽ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ നല്ല അടിപൊളി നാടൻ പയറാട്ടോ, നമ്മുടെ നാടൻ ഉള്ള പയറാട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി പിന്നെ ചെറിയ നാടൻ വെളുത്തുള്ളി നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇത് വലിയ പൂണ്ടുള്ള വലിയ വെളുത്തുള്ളി കേട്ടോ. അപ്പം അത്ര മണമൊന്നും പോരാ, എന്നാലും പയർ നല്ലതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും പയറുപ്പേരി ബീൻസൊക്കെ ഇങ്ങനെ കേട്ടോ വെക്കുക. അപ്പം ബീൻസിൽ പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചെരുവിയിടും. പിന്നെ പയറിൽ പിന്നെ നമ്മൾ തേങ്ങ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ മുത്തുമണി പുറത്ത് വിട്ടിരിക്കുകയാണ് മുത്തുമണിന്. അപ്പോൾ അവൻ ഒരു ദിവസം വിട്ടപ്പോൾ അപ്പം നമ്മൾ മുത്തുമണിനെ പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല മഴയാണ്. അപ്പം ഞാൻ അവനെ മെല്ലെ എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറ്റണം, അവനായിട്ട് വരും പോയാലും. അപ്പം ഞാൻ ചോറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നല്ല മഴ കേട്ടോ പുറത്ത്, ഇന്ന് നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മിഷീനിൽ തുണികളൊക്കെ തിരുമ്പാട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചോറുമായി പയറുപ്പേരിയുമായി കേട്ടോ. ഇനി നമ്മൾ കറി വെക്കണം. അപ്പോൾ കടയിലൊന്ന് പോകണം കേട്ടോ, തേങ്ങ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കടയിലേക്ക് പോയി തേങ്ങയൊക്കെ വാങ്ങിക്കണം. പിന്നെ തിരുമ്പാൻ നമ്മൾ തുണിയിൽ കംഫർട്ട് ഇടണമായിരുന്നു, അപ്പോൾ അതും ഒന്ന് വാങ്ങിക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ തേങ്ങയൊക്കെ വാങ്ങി കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ മുത്തുമണി ഇതാട്ടോ വന്നു കേട്ടോ, കൂടിൻ്റെ ഉള്ളിലാക്കി ഞാൻ. എന്നിട്ട് പിന്നെ ഒന്നുകൂടി പുറത്ത് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൻ പോവുകയും ചെയ്യും, ഉള്ളിലാക്കി. പിന്നെ അവൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടി പുറത്ത് വിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ അടുത്ത് ജനലോരത്തൊരു തെങ്ങുണ്ടല്ലോ, അപ്പോൾ ആ ജനൽ വഴി തെങ്ങിലാട്ടോ അവൻ കളിക്കുക. അപ്പോൾ അവൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം തോന്നിയപ്പോൾ ഞെത്ത് വിട്ടതാട്ടോ. അവൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. പക്ഷെ അവനിക്ക് അത്ര പോയാലും വരും അവൻ. പിന്നെ അവനെ പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാവരും ഉള്ള ദിവസം ഞാൻ പുറത്ത് വിടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വിട്ട് കഴിഞ്ഞാൽ
ആരും ഉണ്ടാവില്ല. അപ്പോൾ അവൻ വന്നാലും അറിയൂല. പിന്നെ ഇതാ നമ്മൾ ദിവസം ഉള്ള പൊടി ഇതൊക്കെ ഒന്ന് തട്ടി അടിച്ചു വരും കേട്ടോ. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ തുടയ്ക്കുമ്പോൾ മഴയ കാരണം നല്ല നിലമൊക്കെ നല്ല തണുപ്പാട്ടോ. അപ്പോൾ ഒന്ന് തുടച്ചിട്ടില്ല, അപ്പോൾ വെറുതെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം പൊടികളൊക്കെ ഉള്ളതൊന്ന് വാറാമലയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു കേട്ടോ. ഇടയിൽ നമ്മുടെ റഹീസ് കുട്ടി വാറാമലയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാത്തിമക്കുട്ടി ഹാളിലാട്ടോ കിടക്കുന്നത്. അവൾ എണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ എണിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും കിടന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വിടാം. അവൾ ഇനി ബെഡ് മടക്കേണ്ട, ആൾ കടന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ബെഡ് ഞാൻ വെയിൽ കാറ്റുകൊള്ളാൻ വേണ്ടി പുറത്ത് വെച്ചിട്ട്, വെയിലൊന്നും ഇല്ല, വെയിലടിക്കുമ്പോൾ ഇത്തിരി വെയിലടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തിട്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാവരും ഒന്ന് അടിച്ച് വരണം. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അങ്ങോട്ടും അടിയും വെക്കണം, ഫോണിന് വേണ്ടിയിട്ട് അടിയും വെക്കണം, തല്ലൊക്കെ ആയിരിക്കും കേട്ടോ. രാവിലെ ഒരു വക അതൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ എല്ലാവരും. പിന്നെ പറയണ്ടല്ലോ, ലീവുള്ള ദിവസം അംഗമായിരിക്കും വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നല്ല രസമാണ് കേട്ടോ. സമയം പോകണമെന്നൊന്നും അറിയില്ല. മക്കളുണ്ടാകുമ്പോൾ തന്നെ അതിലതൊരു രസം. പിന്നെ അങ്ങനെ ഞാൻ പുറത്തൊക്കെ ഒന്ന് അടിച്ചു വിട്ട് പിന്നെ പരിപ്പ് കറി തേങ്ങ കൂട്ടി ഒന്ന് താളിക്കണം കേട്ടോ. പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് തൂമിച്ചാൽ മതി. അപ്പോൾ അത് കടുവും കറിവേപ്പിലയൊക്കെ ഇട്ട് ഞാനൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുട്ട പൊരിച്ചിട്ട് റെജിക്കുട്ടിക്കും റൈസ്കുട്ടിക്കും ഓരോ മുട്ട പൊരിച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫാത്തിമാക്കും അങ്ങനെ അവർക്ക് 3 ആൾക്കുള്ള മുട്ട പൊരിക്കുകയാണ്. പിന്നെ ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് ആഡംബരങ്ങളൊന്നുമില്ല, നമ്മളോട് കഴിയുന്നത് എന്താണോ ഇതെങ്കിലും എന്നും എത്തിച്ച് തന്നാൽ മതി എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറൈറ്റി ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സങ്കടം തന്നെയല്ലേ. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വെറൈറ്റി അത്ര നമ്മൾ അംബാനികളൊന്നും അല്ലല്ലോ ഉള്ളത്. ഇതെങ്കിലും നമുക്ക് നേരത്തിന് കിട്ടാൻ അള്ളാനോട് നമ്മൾ സ്തുതിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റികളൊന്നും അങ്ങനെയൊന്നും ആഗ്രഹമൊന്നുമില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഇതെങ്കിലും നമുക്ക് എന്നും കിട്ടിയാൽ മതി എന്നാണ് കേട്ടോ. അപ്പോൾ കമൻ്റ് ഇട്ട ആൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇടങ്ങറ് കേട്ടോ, വെറൈറ്റി ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. നമുക്കുള്ളത് എന്താണോ എന്നും ഇതുപോലെ ഒരു കഞ്ഞി എന്തെങ്കിലും കിട്ടിയാലും കൂടി നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇതേ നമുക്ക് ഒരുപാട് വെറൈറ്റി കേട്ടോ. നമുക്ക് ഇതേ എന്നും കിട്ടിയാൽ മതി എന്നുള്ളൊരു അള്ളാനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. പറയുന്നവരെന്തോ പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു ഞാൻ കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും പറഞ്ഞ ആൾക്ക് ഇനി ഒന്നും തോന്നണ്ട, നമ്മുടെ വെറൈറ്റി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് നല്ല അടിപൊളി പരിപ്പിച്ചാറും പയറുപ്പേരിയും കുട്ടികൾക്ക് മുട്ടയും പൊരിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ കോലം കണ്ടില്ലേ, മുളകൊക്കെ തിളച്ച് കുക്കറിൽ എങ്ങനെ വെള്ളം കൂടിയാലും കുറഞ്ഞാലും അത് ഇത്തിരി തിളച്ച് പോകും കേട്ടോ. അപ്പോൾ അത് വന്ന് പൊന്തിപ്പോവും. ഇടയ്ക്കൊക്കെ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചാറ് ഇത്തിരി അധികം ആക്കിയപ്പോൾ അത് ഇങ്ങനെ തിളച്ച് പോയിട്ടാണ്. അപ്പം ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ വണ്ടർക്കെട്ടി പിടിച്ച് അങ്ങനെ കിടക്കും. മടി പിടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ കൈയോടെ അതൊന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ അതിൻ്റെ ഇതൊക്കെ അഴിച്ച് മാറ്റിയിട്ട് പിന്നെ മുളകിൻ്റെ ഒക്കെ ചുമരിലൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് തുടച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ കയറുമ്പോൾ നമുക്കൊരു ഇടങ്ങറായിരിക്കും പാചകം ചെയ്യാനൊക്കെ. പിന്നെ ക്ലീനാക്കി കൈയോടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേഗം പോകും. കുറച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ വണ്ടറൊക്കെ ഇട്ട് പിന്നെ പോകാണ്ടാവട്ടെ. പിന്നെ കമ്പിച്ചകരിയൊക്കെ ഇട്ട് വരുത്തേണ്ടി വരും. അതന്നെ ഒന്നും നിന്നില്ല, വേഗം തന്നെ ക്ലീനാക്കിയപ്പോൾ ക്ലീനായി കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളയും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അതിൻ്റെ ഇടയിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീനിൽ. അതൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടു. പിന്നെ ഇത്തിരി വെയിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മുത്തുമണി പുറത്തല്ലേ, അവൻ വെയിലടിക്കും. എല്ലാവരും ഉള്ളപ്പോൾ ലീവുള്ള ദിവസം മാത്രം പുറത്ത് വിടുള്ളൂ കേട്ടോ. പിന്നെ അധിക ദിവസം അവൻ റൂമിൽ ഇങ്ങനെ കളിക്കും കേട്ടോ. പുറത്ത് കൂട്ടിൻ്റെ ഉള്ളിലൊന്നും 24 മണിക്കൂർ ഇടുകയൊന്നുമില്ല. അവൻ പുറത്ത് ഇങ്ങനെ സ്വതന്ത്രത്തോടെ ഇങ്ങനെ കളിക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാനും അവൻ്റെ കൂടെ കളിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അവൻ വെളിയിൽ വിടുമ്പോൾ ഒരു പേടിയാണ്, വരുമില്ലേ എന്നുള്ളൊരു പേടിയായിരിക്കും. എന്തായാലും അവൻ പോയാലും വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് സമാധാനം. പിന്നെ അവൻ്റെ വാലിത്തിരി കട്ടായ കാരണം നമുക്ക് അവനെ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. അങ്ങനെ നമ്മൾ ഇനി ചോറ് വയ്ക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്തു. ഇനി ഞാനും റിയാസ്ക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിയാസ്ക്കാക്കും ചോറ് കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവനെ എങ്ങനെയും കൂട്ടിലാക്കണം. അപ്പോൾ മുകളിൽ സീറ്റും തെങ്ങ് വഴി മുകളിലൊക്കെ കേട്ടോ അവൻ കയറിപ്പോയിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ റിയാസ്ക്കാക്കും ചോറ് കൊടുത്തു, ഞാനും കഴിച്ചു. കുട്ടികൾക്കൊക്കെ നേരത്തെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്തിടുക കേട്ടോ. വീഡിയോ കണ്ടാലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തിടുക. പുതിയ കൂട്ടുകാർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ. വീഡിയോ കണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒരു ലൈക്കും തരണേ.
അങ്ങനെ ആ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് പോയി കേട്ടോ. മുകളിലുണ്ടാ അവിടെ? നിങ്ങളെന്താ ഇവിടെ ഇരിക്കണേ? അവനിക്ക് കാവലിരിക്കേ? കുഞ്ഞാപ്പൂ അവിടെ അവിടെ ഇതല്ലേ? നമ്മുടെ കുഞ്ഞാപ്പൂ എവിടെ ഓടണ? അപ്പൊ ഞങ്ങളെല്ലാരും രണ്ടാംകുട്ടിനെ പിന്നാലെ നമ്മുടെ മോളിത്തെ ടാങ്ക്. ഇത് നമ്മുടെ ടാങ്ക് കഴിഞ്ഞ് വിചാരിച്ചു. അപ്പൊ ഞാൻ അടിക്കണ്ടല്ലേ? നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ കാണും കേട്ടാ. ഈ വീടിന്റെ മുകളിൽ നോക്ക്. ഞങ്ങൾ പോണു കേട്ടോ താഴത്തേക്ക്. മയില അതാ നിൽക്കണ മയിലേ. അതാ ഒരു മയിൽ നിൽക്കണ കേട്ടാ ഫ്രണ്ട്. അതാ ബാത്റൂമിന്റെ മേലെ നിൽക്കണ മയിൽ കണ്ടാതാ. അതാ ഈ മയിൽ എപ്പോഴും ഉണ്ട് ഇവിടെ. ആ മതിലിൻ്റെ അവിടെ ഇതാ ഒന്ന് കേട്ടോ. 2 മയില്. നമ്മുടെ അവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ മയിൽ കിട്ടും. ഇത് പെണ്ണ്, ഇത് പെണ്ണ്, അതാണ് മയിൽ. ഉണ്ടാ ഒരു ദിവസം ഉണ്ട് ആ വീട് കണ്ടോ? കാണുന്ന വീട്ടിൻ്റെ മേലെ ഇങ്ങനെ പീലി നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കണ് ഈ മയിൽ. അപ്പോൾ മക്കളെ അതാ മറ്റേ മയിൽ ഇതാ മതിലിൻ്റെ മേലെ കൂടെ നടക്കും. ഇത് പെണ്ണാണ്. തുമ്പി ഉണ്ട് കേട്ടോ. തുമ്പി പറക്കുന്നുണ്ട്. അപ്പം ഇന്ന് വെയിലുണ്ടാവും. തുമ്പി വേറെ വെയിലടിക്കുന്ന. റോഡൊക്കെ ഇവിടുന്ന് കാണും. നോക്കി ഇറങ്ങിട്ടാ. എവിടെ പോണവേ? ആ ഞാൻ അവിടെ തെരഞ്ഞിട്ട് കിട്ടിയില്ല. നിൽക്കണം കുഞ്ഞാപ്പൂ ആ തുമ്പത്ത്. അത് നമ്മുടെ അല്ലേ കണ്ടുപിട്ടിയ ഫ്രണ്ട്സായവർ. അങ്ങനെ നമ്മൾ നമ്മുടെ മുത്തുമണീസിനെ കൂട്ടിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.